ക്രോസാൻത്ര അഥവാ കനകാമരം സാധാരണയായി ഏഷ്യ, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. മണമില്ലാത്ത ഇവയുടെ പൂക്കൾ ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ്, പിങ്ക്, നീല എന്നീ നിറങ്ങളിൽ കണ്ടുവരുന്നു. ഇൻഡോറായും ഔട്ട്ഡോറായും വീടുകളിൽ നടുന്നത് കൂടാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾക്ക് വേണ്ടി കനകാമരം കൃഷി ചെയ്യുന്ന ആളുകളുമുണ്ട്. മഴക്കാലം ഒഴികെയുള്ള മറ്റെല്ലാ കാലാവസ്ഥയിലും കനകാമരത്തിൽ പൂക്കൾ വിരിയുന്നത് കാണാം. ഔട്ട്ഡോറായി വളർത്തുന്ന കനകാമരച്ചെടിക്ക് കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂർ വരെയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് വളർത്തുന്നതെങ്കിൽ ചെടിയുടെ വളർച്ചയും പൂക്കൾ വിരിയുന്നതും കുറയും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെടി നനച്ചു കൊടുക്കുക. എന്നാൽ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ചെടി നട്ടിരിക്കുന്നതെങ്കിൽ ചെടിക്ക് ആവശ്യത്തിനുള്ള ജലസേചനം ഉറപ്പുവരുത്തുക. ഇൻഡോർ പ്ലാന്റായി നടുന്ന കനകാമരം ഈസ്റ്റേൺ ഡയറക്ഷനിലോ വെസ്റ്റേൺ ഡയറക്ഷനിലോ ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നടാനായി ശ്രദ്ധിക്കുക. വിൻ്റർ സീസണിൽ പ്ലാന്റിന് ആവശ്യമായ ലൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റായോ ആർട്ടിഫിഷ്യൽ ലൈറ്റായോ കൊടുക്കാൻ ശ്രമിക്കുക. കനകാമരം നടാൻ വെൽ ഡ്രെയിൻഡ് സോയിൽ ഉപയോഗിക്കുക. പ്ലാന്റ് നടുന്ന പോട്ടിൽ ഡ്രെയിനേജ് ഹോൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഹീറ്റ് ടോളറൻ്റായ കനകാമരം കോൾഡ് സെൻസിറ്റീവായ പ്ലാന്റ് കൂടിയാണ്. ട്രോപ്പിക്കൽ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ചെടിയായതുകൊണ്ട് തന്നെ വളരെയധികം തണുത്ത വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് റൂട്ട് ഷോക്ക് ഉണ്ടാകാനും റൂട്ട് ചീയാനും കാരണമാകും. പോട്ടിംഗ് മിശ്രിതമായി മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ഉപയോഗിക്കാം. മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഉപയോഗിച്ച് ഫെർട്ടിലൈസേഷൻ നടത്താം. 2 രീതിയിൽ കനകാമരം പ്രൊപ്പഗേഷൻ നടത്താം: സീഡ് ഉപയോഗിച്ചും സ്റ്റെം ഉപയോഗിച്ചും. വിത്ത് പാകി മുളപ്പിക്കുകയാണെങ്കിൽ ഏകദേശം 15 ദിവസത്തിന് ശേഷം വിത്തുകൾ മുളച്ച് കിട്ടും. 2 മാസത്തിന് ശേഷം പറിച്ചു നടാൻ പാകമാകും. സ്റ്റെം ഉപയോഗിച്ചാണ് പ്രൊപ്പഗേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറഞ്ഞത് 15 സെൻറ്റിമീറ്റർ നീളമുള്ള നല്ല മൂത്ത കമ്പ് നോക്കി കനകാമരച്ചെടിയിൽ നിന്നും മുറിച്ചെടുക്കുക. ഇവയെ നേരിട്ട് മണ്ണിലേക്ക് നടാം. വാടിയതും മങ്ങിയതുമായ ഇലകളെയും പൂക്കളെയും ഗ്രോയിങ് സീസണായ സമ്മർ സീസണ് മുൻപേ മുറിച്ചു കളയാനായി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചെടി വളരെയധികം ഭംഗിയുള്ളതായി മാറുന്നു. കൂടാതെ പുതിയ ഇലകൾ തളിരിടുന്നതിനും പൂമൊട്ടുകൾ ഉണ്ടാവുന്നതിനും ഇത് സഹായിക്കുന്നു. പെസ്റ്റായി കണ്ടുവരുന്നത് മിലിബഗ്. ഇവയെ തുരത്താനായി നീം ഓയിലോ സോപ്പ് വെള്ളമോ ഉപയോഗിക്കാം. തണുപ്പുള്ള മാസങ്ങളിലാണ് കനകാമരത്തിൻ്റെ ഇലകൾ മഞ്ഞ നിറമായി കാണപ്പെടുന്നതെങ്കിൽ അതിന് കാരണം ഓവർ വാട്ടറിംഗ് ആണ്. സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടാതിരിക്കുകയോ വെള്ളം ആവശ്യത്തിന് കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ കനകാമരത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോവാറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.